ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുംതു അലാ ബാബിൽ ജന്നഹ്, സ്വർഗ്ഗത്തിന്റെ വാതിൽ ഞാൻ നിൽക്കുകയുണ്ടായി. ഫകാന ആമ്മതു മൻ ദഖലഹാ അൽ മസാകിൻ, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചവരിൽ മഹാഭൂരിപക്ഷവും മിസ്കീനുകളായിരുന്നു, പാവങ്ങളായിരുന്നു. പാവപ്പെട്ടവരും ദരിദ്രന്മാരുമാണ് മൊത്തത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും. വ അസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, പണം നൽകപ്പെട്ട വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകൾ, അവർ അവിടെ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കൽ തടയപ്പെട്ടവരായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പാവങ്ങളെ, ദരിദ്രന്മാരെ, സന്തോഷിക്കുക. സ്വർഗാവകാശികളിൽ മഹാഭൂരിപക്ഷവും പാവങ്ങളാണ്, ദരിദ്രന്മാരാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു ഹദീസ്, അൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇത്തലഅതു ഫിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എത്തി നോക്കി, ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, ആ സ്വർഗ്ഗത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും ഫഖീറുകളാണ്, ദരിദ്രന്മാരാണ്. അതുകൊണ്ട് ദാരിദ്ര്യമെന്നത്, പാവപ്പെട്ടവനാവുക എന്നത്, ആഗ്രഹങ്ങളും മോഹങ്ങളും നടക്കാതെ പോവുക എന്നത് ഒരിക്കലും തന്നെ ഒരു പ്രയാസകരമായ കാര്യമായി നാം കരുതേണ്ടതില്ല. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, തജ്തമിഊന യൗമൽ ഖിയാമത്തി ഫയുഖാൽ, ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ച് കൂട്ടപ്പെടും. ഫയുഖാലു, അന്ന് വിളിക്കപ്പെടും, പറയപ്പെടും, ഐന ഫുഖറാഉ ഹാദിഹിൽ ഉമ്മത്തി വമസാകീനുഹാ, ഈ ഉമ്മത്തിലെ ഫഖീറുകൾ എവിടെ, ഈ ഉമ്മത്തിലെ മിസ്കീനുകൾ എവിടെ എന്ന് പറയപ്പെടുന്നതാണ്. ഖാല ഫയഖൂമുൻ, അപ്പോൾ മിസ്കീനുകൾ, പാവപ്പെട്ടവർ, ദരിദ്രന്മാർ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഫയുഖാലു ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, അല്ലെങ്കിൽ അല്ലാഹു ഏർപ്പാടാക്കിയ മലക്കുകൾ അവരോട് ചോദിക്കും, മാദാ അമിൽതും, നിങ്ങൾ എന്തായിരുന്നു ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, റബ്ബന ബതലൈതനാ ഫസബർനാ വആതൈതൽ അംവാല വസ്സുൽത്താൻ ഗൈറനാ, അല്ലാഹുവേ നീ ഞങ്ങളെ കഠിനമായി പരീക്ഷിച്ചു, ഭൂമിയിൽ ഞങ്ങൾക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നില്ല, സൗന്ദര്യമുണ്ടായിരുന്നില്ല, തറവാടിത്തമുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് പരീക്ഷണങ്ങളായിരുന്നു, പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, നാട് കടത്തപ്പെട്ടു, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ നീ ഞങ്ങളല്ലാത്തവർക്ക് നൽകി, ഭരണാധികാരം അവർക്കായിരുന്നു. പക്ഷേ ഫസബർന, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, സദഖ്തും, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയദ്ഖുലൂനൽ ജന്നത ഖബ്ല അന്നാസ്, മറ്റെല്ലാവരെക്കാളും മുന്നിലായി ആ ഫഖീറുകൾ, പാവങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്.